ടാലി പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെഡ്ജറും വൗച്ചറും നമ്മൾ കുറച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർച്ചേസ് വൗച്ചറാണ്, അതായത് വിത്ത് GST. പർച്ചേസ് എൻട്രി GSTയോട് കൂടി നമ്മൾ എങ്ങനെ ടാലിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ പർച്ചേസിനുള്ള നമ്പർ 1 എന്ന് വന്നത്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളിലും നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ വ്യത്യസ്ത നമ്പറുകളായിരിക്കും ഇൻവോയ്സ് നമ്പർ. അപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക് ഉള്ളത് മാനുവൽ ആക്കണം. ഇത് മാനുവൽ ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നമ്മൾ ഓൾട്ടർ സെലക്ട് ചെയ്യും. ഈ ഓൾട്ടറിന് നമ്മൾ വൗച്ചർ ടൈപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ പർച്ചേസ് എന്നുള്ള വൗച്ചർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് എന്നുള്ള ഓട്ടോമാറ്റിക് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യാം, മാനുവൽ ആക്കി കൊടുക്കുക. മാനുവൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് സേവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ വൗച്ചറിൽ പർച്ചേസ് പോയി കണ്ടോ. ഇപ്പോൾ ഇവിടെ ഈ നമ്പർ 1 എന്ന് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് ഇൻവോയ്സ് നമ്പർ ഇപ്പോൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു 245 ആണ് ഇൻവോയ്സ് നമ്പർ. എൻ്റർ അടിക്കുന്നു. സപ്ലയർ ഇൻവോയ്സ് നമ്പർ സെയിം തന്നെയാണ്, 245. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. പിന്നെ ഇവിടെ കാണുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവോയ്സിലുള്ള ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇൻവോയ്സിലുള്ള ഡേറ്റ് കൊടുക്കുന്നു. പാർട്ടി നെയിം, ഇവിടെ നമ്മൾ പാർട്ടി നെയിം നമ്മൾ നേരത്തെ ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, PQR ട്രേഡേഴ്സ്. നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ അവരെ ഇതൊക്കെ എൻ്റർ അടിച്ച് പോകുന്നു. ഡീറ്റെയിൽ, മെയിലിംഗ് ഡീറ്റെയിലും അഡ്രസ്സും ഇതൊക്കെ കൊടുക്കുന്നു. അവർ GST നമ്പർ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു പാർട്ടിയാണ്. നമ്മൾ GST രജിസ്ട്രേഷൻ ടൈപ്പ് എന്ത് കൊടുത്തു, നമ്മൾ റെഗുലർ കൊടുത്തു. അവരൊരു GST നമ്പർ നമ്മൾ കൊടുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 32 കേരള ആണ്. അപ്പോൾ നമ്മൾ GST നമ്പർ ഒരു 15 ഡിജിറ്റ് നമ്മൾ കൊടുക്കുന്നു. GST നമ്പർ കൊടുത്തു, നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇനി ഈ പർച്ചേസ് ലെഡ്ജർ എന്നുള്ളത് നമ്മൾ പർച്ചേസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ലെഡ്ജർ നമ്മൾ ഓൾറെഡി നേരത്തെ പർച്ചേസ് ലെഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നെയിം ഓഫ് ഐറ്റംസ്, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മളിത് ഐറ്റംസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നെയിം ഓഫ് ഐറ്റംസ്, നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ വൗച്ചർ മോഡിൽ പോകണം. അത് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇനി ഇവിടെ നെയിം ഓഫ് ഐറ്റംസ് അല്ല നിങ്ങൾക്ക് വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാവും Ctrl+H അടിയിൽ 2 ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ Kന്റെ അടിയിൽ ഒരു ലൈനുള്ളൂ. അപ്പോൾ നമ്മൾ Alt+K ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ Hന്റെ അടിയിൽ 2 ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ Ctrl+H അടിച്ചാൽ നമുക്ക് കണ്ടോ ചേഞ്ച് മോഡ് നമുക്ക് ഇവിടെ വന്നു. ഐറ്റംസ് ഇൻവോയ്സിൽ വരാം, അക്കൗണ്ടിങ് ഇൻവോയ്സ് ഉണ്ട്, ആസ് വൗച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഐറ്റം ഇൻവോയ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമ്മളൊരു പിന്നെ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, Alt+C കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത്. മൊബൈൽ കൊടുത്തു.
എൻ്റർ അടിച്ചു. പ്രൈമറിയിൽ കൊടുത്തു. യൂണിറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് കൊടുത്തു. നമ്മൾ യൂണിറ്റ് സിമ്പിൾ നമ്പർ കൊടുക്കുക, NOS കൊടുക്കുക. നമ്മൾ NOS ആണ് കൊടുക്കുന്നത്. NOS ആണ് നമ്മൾ കൊടുക്കുന്നത്, നമ്പേഴ്സ്. അതിൻ്റെ ഫോർമൽ നെയിം നമ്പേഴ്സ് എന്നാണ്. നമ്പേഴ്സ് കൊടുത്തു. ഇവിടെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് ഉണ്ട്, UKC കോഡ്. ഇത് നമ്മൾ GSTയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ പിന്നെ നമ്മളെ നമ്പേഴ്സിൻ്റെ UKC കോഡ് ഉണ്ടാവും. UKC കോഡ് നമ്മൾ കൊടുക്കുക, നമ്പേഴ്സ് കൊടുത്തു. നമ്മൾ എൻ്റർ അടിച്ചു. ഇത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ യൂണിറ്റ് നമ്പേഴ്സ് കൊടുത്തു. GST അപ്ലിക്കബിൾ കൊടുത്തു. സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. നമ്മളിവിടെ ഇതിൽ HSN കോഡ് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു HSN കോഡ് കൊടുക്കുന്നു. സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ടാക്സബിൾ നമ്മൾ റൈറ്റ് കൊടുക്കാൻ പോണ്. അപ്പം നമ്മൾ റൈറ്റ് ഒരു 18% കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ബ്രേക്കപ്പ് ആയിട്ട് വന്നു. 9% CGST, 9% SGST. അപ്പോൾ നമ്മളിവിടെ CGSTയും SGSTയും 9% ആയിട്ട് വന്നു. നമ്മളിത് എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ മൊബൈൽ ഫോൺ എത്ര ക്വാണ്ടിറ്റിയാണ്? നമ്മളൊരു 10 കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. റേറ്റ് നമ്മളൊരു 10,000 വെച്ച് കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. ഇനി നമ്മൾ ഐറ്റംസ് എല്ലാം നമ്മൾ എന്താണ് CGSTയും SGST ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എൻ്റർ കൊടുക്കുക. പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് CGST ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് CGST ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് CGST നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടുന്ന് എൻ്റർ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഇൻപുട്ട് CGST എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് കാണണമെങ്കിൽ ഇതാ ഇൻപുട്ട് CGST എന്നുള്ള അവിടെ വെച്ചാണ് നമ്മൾ കൺട്രോൾ എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻപുട്ട് CGST ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. GST കൊടുത്തു. ടാക്സ് ടൈപ്പ് CGST കൊടുത്തു. നമ്മൾ ഇത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ CGST 9,000 വന്നു. ഇനി നമ്മൾ ഇൻപുട്ട് SGST കൊടുക്കണം. എൻ്റർ അടിച്ചു. ഇൻപുട്ട് SGST ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SGST കൊടുത്തു. ഇതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇൻപുട്ട് SGSTൻ്റെ അവിടുന്ന് എന്ത് ചെയ്യുക, കൺട്രോൾ എൻ്റർ അടിക്കുക. ഇൻപുട്ട് SGST ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST കൊടുത്തു. ടാക്സ് ടൈപ്പ് SGST കൊടുത്തു. നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ടാക്സ് റേറ്റും വന്നു. അപ്പോൾ ടോട്ടല് 1,18,000 വന്നു. ഇത് നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പർച്ചേസ് പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ബിൽ ബൈ ബില്ല് എനേബിൾ യെസ് ആക്കി കൊടുക്കണം. അത് ഇതിനാണ്. ഇപ്പോൾ നമ്മളിവിടെ പുതിയൊരു പർച്ചേസ് നടത്തണം. അപ്പോൾ ഇവിടെ ന്യൂ റെഫറൻസ് പോകും. പിന്നെ നമ്മൾ ബില്ല് കൊടുക്കുന്ന സമയത്ത് എഗെയിൻസ്റ്റ്, ഈ ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കില്ല. അപ്പോൾ എഗെയിൻസ്റ്റ് ആണ് റെഫറൻസ് കൊടുക്കും. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ അഡ്വാൻസിനാണ് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ന്യൂ റെഫറൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ന്യൂ റെഫറൻസ് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഡ്യൂ ഡേറ്റ് ഒക്കെ കൊടുക്കുക. ഇവിടെ ക്രെഡിറ്റ് ഡേയ്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് കൊടുത്തു. ഇത് സേവ് ചെയ്തു. നരേഷൻ കൊടുക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പർച്ചേസ് എങ്ങനെ ചെയ്യാം, GSTയോട് കൂടി ഒരു പർച്ചേസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു GSTയോട് കൂടിയുള്ള ഒരു സെയിൽസ് നമുക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക.
എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.